ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇതിനിടെ ക്രിക്ക് ബസ് കൂടുതൽ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് രാജസ്ഥാൻ റോയൽസ് വിടാൻ സഞ്ജു ആഗ്രഹിക്കുന്നുണ്ട്. ഫോർമൽ ആയിക്കൊണ്ട് അദ്ദേഹം ക്ലബിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്നെ റിലീസ് ചെയ്യണം, അതല്ലെങ്കിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി ക്രിക്ക് ബസ് പറഞ്ഞിട്ടുണ്ട്. അതായത് സഞ്ജുവിനെ കൈമാറാൻ രാജസ്ഥാൻ റോയൽസ് റെഡിയാണ് എന്ന കാര്യം ക്രിക്ക് ബസ് ഇതിനോടൊപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ഫ്രാഞ്ചൈസികളും ഇപ്പോൾ സഞ്ജുവിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടെയുള്ളവർ സഞ്ജുവിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ ക്രിക്ക് ബസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ രാജസ്ഥാൻ ഓൾ ക്യാഷ് ഓൺ ഡീലിന് താരത്തെ കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല, തയ്യാറല്ല. മറിച്ച് അവർക്ക് താല്പര്യമുള്ള താരങ്ങളെ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ ട്രേഡിന്റെ കാര്യത്തിൽ പുരോഗതികൾ ഒന്നുമില്ല എന്നാണ് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളാണ് ക്രിക്ക് ബസിന്റെ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാവുന്ന ഒരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് CSKക്ക് താരത്തെ കൈമാറാൻ രാജസ്ഥാൻ റോയൽസ് ഒരുക്കമായിരുന്നു. പക്ഷേ പകരം രാജസ്ഥാൻ ആവശ്യപ്പെട്ടത് ഒന്നുകിൽ ശിവം ദൂബെ, അതല്ലെങ്കിൽ രവീന്ദ്ര ജഡേജ എന്നിവരിൽ ഒരു താരത്തെ കൈമാറാനായിരുന്നു. പക്ഷേ ഈ ഒരു ആവശ്യം CSK നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ രണ്ട് താരങ്ങളെ കൈമാറാൻ അവർ ഒരുക്കമായിരുന്നില്ല. രവിചന്ദ്രൻ അശ്വിനെ കൈമാറാൻ മാത്രമാണ് CSK ഒരുക്കമായത്. കൂടാതെ പണവും വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ രാജസ്ഥാൻ റോയൽസ് ഇത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു നീക്കത്തിന്റെ കാര്യത്തിൽ അതല്ലെങ്കിൽ ട്രേഡിന്റെ കാര്യത്തിൽ പ്രോഗ്രസ്സുകൾ ഒന്നുമില്ല. അതിങ്ങനെ നിശ്ചലാവസ്ഥയിൽ തുടരുകയാണ്. പക്ഷേ CSK ശ്രമങ്ങൾ തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. CSK കൂടാതെ മറ്റു പല ഫ്രാഞ്ചൈസികൾക്കും സഞ്ജു സാംസണിൽ താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.